നമ്മളെല്ലാവരും കേട്ടു മറന്ന അല്ലെങ്കിൽ കേട്ട് പഴകിയ ഒരു വാക്കാണ് ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ളത്. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഓരോ വിധത്തിലാണ് ഇതുണ്ടാകുന്നത് എന്നുള്ളതാണ്. നമ്മുടെ സാമൂഹിക സാഹചര്യം എല്ലാവരുടെയും ഒരേപോലെയല്ല. വളരെ സാധാരണക്കാരായിട്ടുള്ള ദരിദ്ര ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പലർക്കും എല്ലാവർക്കും വീടുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ഉണ്ട്. പക്ഷെ പല കുടുംബങ്ങളുടെയും സാഹചര്യം അതല്ല. ഈ ബ്രോക്കൺ ഫാമിലി എന്നുള്ള ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുമ്പോൾ പോലും അതിനപ്പുറത്തേക്ക് പലരുടെയും കുടുംബ സാഹചര്യങ്ങളിൽ ഒരു വീട്ടിൽ വളരെ ചുരുങ്ങിയ സാഹചര്യത്തിൽ കഴിച്ചുകൂടേണ്ടി വരുന്ന കുടുംബങ്ങൾ ഉണ്ടല്ലോ. നമുക്ക് മുമ്പിൽ മറ്റു ഉദാഹരണങ്ങൾ ഉണ്ട്. മാതാപിതാക്കളുടെ അറിവോടെ സമീപകാലത്ത് തന്നെ ഡോക്ടർ തന്നെ പല വാർത്തകളും കേട്ടിട്ടുണ്ടാകാം. ഞാൻ നിരവധി വാർത്തകൾ വായിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ആൺസുഹൃത്ത് അച്ഛൻ തന്നെ കുട്ടികളെ പീഡനത്തിന് ഇരയാക്കി എന്ന് പറയുന്നത്. എവിടെയാണ് ഇതിനൊരു ലിമിറ്റ് എല്ലാവരിലേക്കും എത്തുന്നത്? പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിലാണ്. ആൺകുട്ടികളും വൾണറബിൾ ആണ്. പക്ഷേ പെൺകുട്ടിയുടെ കാര്യത്തിൽ എവിടെ ഇത് അവസാനിപ്പിക്കണം, എവിടെ ഒരു വ്യക്തി നമ്മളിലേക്ക് എത്തുമ്പോൾ എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു അവബോധം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, കുട്ടികളെ അപ്പുറത്തേക്ക് മാതാപിതാക്കൾക്ക് നൽകാൻ പോലും ഇപ്പോഴും സാധിച്ചിട്ടില്ലേ നമുക്ക്? നോക്കൂ, പെൺകുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ കണക്ക് സൂചിപ്പിച്ചാൽ ആൺകുട്ടികൾക്കാണ് ഒരു പൊടിക്ക് ഒരു അല്പം ശതമാനം കൂടുതൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്ന ആൺകുട്ടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസ്ക് രണ്ടുപേർക്കുമുണ്ട്. നമ്മുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ദയവായി കരുതരുത് ഈ പോക്സോ കേസസ് ഇപ്പോഴാണ് വർദ്ധിച്ചു വന്നിരിക്കുന്നതെന്ന്. ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളൊരു ധാരണ വേണ്ട. ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പോൾ റിപ്പോർട്ടിംഗ് കൂടുതലാണ്. ഇപ്പോൾ പോക്സോ എന്ന് പറഞ്ഞ ഒരു ആക്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. റിപ്പോർട്ടിംഗ് കൂടുതലാണ്. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പലപ്പോഴും എന്നെ പോലെയുള്ള സൈക്യാട്രിസ്റ്റ് ഉൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാകുന്നത്. അല്ലെങ്കിൽ മിക്കവാറും എല്ലാ കേസസും അൺറിപ്പോർട്ടഡ് ആയിട്ട് പോകത്തേ ഉള്ളൂ. വീട്ടുകാർക്കെതിരെയും ആക്ഷൻ എടുക്കാം. അതുകൊണ്ടാണ് കുറേ അധികം കേസസ് എങ്കിലും ഇപ്പോഴും റിപ്പോർട്ടഡ് ആയി വരുന്നത്. അതുകൊണ്ടാണ് എണ്ണം കൂടുതലാണെന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ ഒരു കാര്യം. ഇത് പണ്ട് മുതലേ നടക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവിധ പഠനങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവവും എന്നെ പോലുള്ളൊരു മാനസികാരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആരോട് ചോദിച്ചാലും അവർക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ഒട്ടുമിക്ക പീഡനങ്ങളും നടക്കുന്നത് അവനവൻ്റെ വീടുകളിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പരിചയമുള്ള സാഹചര്യങ്ങളിൽ തന്നെയാണ്. അവിടെ ഇപ്പോൾ മാത്രമല്ല, പണ്ട് മുതലേ കുട്ടികൾ അൺസേഫ് ആണ്. ഏതെങ്കിലും അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ രണ്ടുപേരുമോ ഉത്തരവാദിത്തപൂർവ്വം കുട്ടികളെ ഉള്ളവർ മാത്രമേ ഇത്തരം ബാലപീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോയിട്ടുള്ളൂ എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എവിടെ അതിർവരമ്പുകൾ നിശ്ചയിക്കണം? താങ്കൾ ചോദിച്ചതുപോലെ നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇപ്പോഴും പലരും അത് പുച്ഛത്തോടെയാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ കമൻസ് നമ്മൾ താഴോട്ട് നോക്കിയാൽ ഇവരെന്താണ് പറയുന്നത്, ഇപ്പം ചെറിയ കുട്ടികളെ എന്ത് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ അതിനെ അവതരിപ്പിക്കുകയാണ് ആളുകൾ ചെയ്യുന്നത്. അങ്ങനെയല്ല വേണ്ടുന്നത്. 3 വയസ്സ് മുതൽ സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കേണ്ട, പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. എവിടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം, അവരുടെ ശരീരഭാഗങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് സേഫ് ആയിട്ടുള്ള ടച്ച് ഏതാണ്, ഗുഡ് ടച്ച് ഏതാണ്, ബാഡ് ടച്ച്, തീർച്ചയായിട്ടും ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. എപ്പോഴാണ് പ്രതികരിക്കേണ്ടത്, ഇതൊക്കെയും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ വൾണറബിൾ ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം. ആ കുട്ടികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഒരു വാർഡ് എടുത്താലും ഒരു പഞ്ചായത്ത് എടുത്താലും തീർച്ചയായിട്ടും അവിടെ ഉള്ളവർക്കറിയാം വൾണറബിൾ ആയിട്ടുള്ള കുട്ടികൾ ആരൊക്കെയാണെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഒരു ജാഗ്രത പുലർത്തേണ്ടത് ഓരോ സാമൂഹ്യ ഇടപെടൽ നടത്തുന്ന ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ ഒബ്സർവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ ഈ കുട്ടികളോട് ഇത് പറഞ്ഞ് തന്നെ മനസ്സിലാക്കണം, ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരു അനാവശ്യ അതിക്രമമാണ്, നിങ്ങളുടെ ബൗണ്ടറി അതിക്രമിച്ച് കയറുന്നതാണ് എന്നുള്ള തരത്തിൽ കുട്ടികളെ ബോധവൽക്കരിച്ചെടുക്കണം. അത് സ്കൂളിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. സ്കൂളിൽ അത് പാഠ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. പല സ്കൂൾസും ഇപ്പോൾ അത്തരം ട്രെയിനിങ് കുഞ്ഞുങ്ങൾക്ക് LKG മുതലേ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ തന്നെ പോയി ക്ലാസ്സസ് എടുത്ത് കൊടുക്കാറുമുണ്ട്. പക്ഷേ അത് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. നമ്മൾ മൊത്തം ഒരു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഫെസിലിറ്റീസ് കിട്ടുന്ന കുട്ടികൾ നന്നേ കുറവാണ്. അല്ലാതെ ഇതെന്താണെന്ന് അറിയാത്ത കുട്ടികൾ അത് അവരുടെ ഒരു അളവാണ് ഏറ്റവും അധികം കൂടുതലുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളെ ബോധവൽക്കരിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. പേരൻസിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് തന്നെയല്ല, ഇത്തരം കയോട്ടിക് അറ്റ്മോസ്ഫിയർ ഉള്ള ഫാമിലി, അതായത് ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും ഇതര ബന്ധങ്ങളുള്ളവരോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന മാതാപിതാക്കളോ അല്ലെങ്കിൽ എപ്പോഴും വഴക്കും പ്രശ്നവുമുള്ള സാഹചര്യമോ, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മാരേജസ്, ഒന്ന് ഡിവോഴ്സായി അടുത്ത മാരേജ്, അത് ഡിവോഴ്സായി അടുത്ത മാരേജ്, അങ്ങനത്തെ സാഹചര്യങ്ങൾ
ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കുട്ടികളുടെ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. എന്നെ ഏറ്റവും ഞെട്ടിപ്പിച്ച ഒരു വസ്തുത എന്ന് പറയുന്നത് സ്വന്തം ഗ്രാൻഡ് മദർ, അതായത് അമ്മൂമ്മ എന്ന് പറയുന്ന 75 വയസ്സുകാരി കൊച്ചുമകളോട് ഈ തരത്തിൽ ലൈംഗികാതിക്രമം നടത്തിയ ഒരു സാഹചര്യം ഞാൻ കാണാനിടയായി. അപ്പോൾ അത്തരം രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്. അതിന് ഉത്തരവാദി ആരാണെന്ന് വെച്ചാൽ ആ കുട്ടിയെ സംരക്ഷിക്കേണ്ട മാതാപിതാക്കൾ തന്നെയാണ് നല്ലൊരു ശതമാനം വരെ.